ഞാൻ മമ്മൂക്കയും കുഞ്ചാക്കോ ബോബനും ഇരിക്കുന്നത് കൊണ്ട് പറയുകയല്ല. കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയുടെ ഈ കൊച്ചി ആയിരിക്കരുത് കുറച്ചുനാൾ കഴിയുമ്പോഴുള്ള കൊച്ചി. എന്നെ കൂടെ 3 മന്ത്രിമാർ കൂടിയുണ്ട്. മിടുമിടുക്കരായ ഹൈബി ഈഡനും ബെന്നി ബഹനാനും ഫ്രാൻസിസ് ജോർജുള്ള MP-മാരുണ്ട്, ശ്രീ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ. ഈ പൗരാവലിയുടെ പിന്തുണയുണ്ട്. നമുക്ക് ഈ നഗരത്തെയും ഈ ജില്ലയെയും മാറ്റിയെടുക്കാൻ കഴിയണം. കൊച്ചി അത് നമ്മുടെ സ്നേഹമാണോ എന്താണോ എന്നറിയില്ല. ഈ കൊച്ചി ആയിരിക്കരുത് കുറച്ചുനാൾ കഴിയുമ്പോഴുള്ള കൊച്ചി. ഈ രാജ്യത്തിന് മാതൃകയായ ഒരു നഗരമാക്കി നമുക്ക് നമ്മുടെ കൊച്ചിയെ മാറ്റണം. എന്തുമാത്രം വാഹനങ്ങളാണ്! ഏറ്റവും മോഡേണായ ഒരു സിറ്റിയായി നമ്മുടെ നഗരം മാറണം. ഈ നഗരം ഇപ്പോഴുള്ള പരിധിയല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് വളരണം. നമുക്ക് ട്വിൻ സിറ്റി എന്നുള്ള സങ്കല്പത്തിലേക്ക് പോവാം. അപ്പൊ ആലുവയൊക്കെ വരും, അങ്കമാലിയൊക്കെ വരും. നമ്മുടെ എയർപോർട്ട് അവിടെയാണ്. നമ്മുടെ കളക്ട്രേറ്റ് നഗരത്തിലല്ല, പുറത്താണ്. നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകൾ പുറത്താണ്. കുറെ കൂടി നഗരത്തെ വികസിപ്പിച്ച് ഒരു പുതിയ നഗരസങ്കല്പം, അർബൻ പ്ലാനിങ് ഞങ്ങളുടെ മുൻഗണനയിലുള്ളതാണ്, പ്രയോറിറ്റിയിൽ ഉള്ളതാണ്. ആ മാറ്റം ഉണ്ടാകണം. ആ മാറ്റത്തിന്റെ ഗുണഭോക്താക്കൾ നഗരവാസികൾ മാത്രമല്ല, തൊട്ടടുത്ത ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ കൂടി അതിന്റെ ബെനഫിഷ്യറീസ് ആക്കി നമുക്ക് മാറ്റണം. നഗരം അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ എല്ലാം ഗ്രാമങ്ങളിലെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ടാകണം. നമുക്ക് എറണാകുളത്തിന് മുഖ്യമന്ത്രിയും 3 മന്ത്രിമാരും മികച്ച MP-മാരും 14 MLA-മാർ ഞങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ അത് സാധ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് അവസാനത്തേക്ക് മാറ്റിവെക്കില്ല. അതൊരു തുടക്കമാകും. ഞാൻ മമ്മൂക്കയും കുഞ്ചാക്കോ ബോബനും ഇരിക്കുന്നത് കൊണ്ട് പറയുകയല്ല. കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയുടെ ആസ്ഥാനമാക്കി നമുക്ക് ഈ ജില്ലയെ മാറ്റണം. ഫിലിം ഇൻഡസ്ട്രി ഹൈദരാബാദിലും മദ്രാസിലും എല്ലാം ചെയ്തതുപോലെ സിനിമാ രംഗത്ത് ഈ സർക്കാർ ഒരു സിഗ്നേച്ചർ ഇടും, ഞാൻ ഉറപ്പു തരുന്നു. ഒരു കയ്യൊപ്പ് ചാർത്തും. ഈ സർക്കാരിന്റെ ഒരു കയ്യൊപ്പ് സിനിമാ രംഗത്ത് ചാർത്തും. ടൂറിസം രംഗത്ത് അത്ഭുതകരമായ സാധ്യതകളുള്ള സ്ഥലമാണ് നമ്മുടേത്. കടലുണ്ട്, ബാക്ക് വാട്ടർ ഉണ്ട്, വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ട്, എല്ലാം. ഇതിനെല്ലാം സംയോജിപ്പിച്ച് ഗതാഗത സംവിധാനങ്ങളെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഒരു റൂം കിട്ടാനില്ല ഈ നഗരത്തിൽ ഇപ്പോ. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ വർഷം, ഈ 6 മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒരു ടൈം ഫ്രെയിം ഉണ്ടാക്കി ആ സമയത്ത് അത് തീർക്കാൻ ഈ സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാക്ക് നൽകുന്നു. നിങ്ങൾ നൽകിയ സ്നേഹപൂർണമായ സ്വീകരണത്തിന് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. ഈ നഗരം, ഈ ജില്ല എന്നും കൂടെ ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും.